വെൽക്കം ബാക്ക് ടു കപ്പ് ലഞ്ച് ബൈ ധന. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, ബ്രഷ് ചെയ്തു, മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നതാണ്. പിന്നെ ഇന്ന് നല്ല തണുപ്പുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മടിയൊക്കെ ഉണ്ട് കേട്ടോ എഴുന്നേൽക്കാനായിട്ട്. എന്തായാലും കുട്ടികളെ വിടുന്നല്ലോ, വേറൊരു നിവൃത്തിയുള്ള അങ്ങനെ എഴുന്നേറ്റു. 7:30 എഴുന്നേറ്റാൽ മതി, കാരണം അവർക്ക് 10 മണിക്കാണ് ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 7:30 എഴുന്നേറ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നിരിക്കുന്നതാണ്. പിന്നെ മഴ രാത്രി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പ്രസന്റ്ലി മഴയൊന്നുമില്ല, എന്നാലും നല്ല മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പം എൻ്റെ ബാക്കി പണികളിലോട്ട് കിടക്കണം. ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള. ബാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി ഹറി ബറി ആയിരിക്കും. പിന്നെ അവരുടെ സ്കൂളിൽ ഗ്രീൻ ഡേ ആണ്. അപ്പോൾ ഗ്രീൻ ഡേക്കുള്ള ഗ്രീൻ ഡ്രസ്സും പിന്നെ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തത് അത്ര അങ്ങോട്ട് സക്സസ് ആയില്ല. ചെറിയ ചെറിയ സാപ്ലിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുള പൊട്ടിയിട്ടുള്ളൂ, കുറച്ചങ്ങോട്ട് മുളച്ച് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ റോസ് പ്ലാന്റ് ഒക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ പോയിട്ട് ഞാൻ വൈകുന്നേരം വാങ്ങിച്ചതാണ്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കണ്ടു നോക്ക് ഗായ്സ്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള മലബാർ ഗാർഡൻസിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. ഇത് മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ കിട്ടും. അങ്ങനെ ഞാനിവിടെ കുറേ നാളായി താമസിക്കുന്നെങ്കിലും ഇതുവരെ ഗാർഡനിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഗാർഡൻ വിസിറ്റ് കൂടിയാണ്. അപ്പോൾ മക്കളില്ലാതെ പോകുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അവർ ഈ ഫ്ലവറൊക്കെ കണ്ടാൽ ചിലപ്പോൾ പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. അതുകൊണ്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. അവൻ ഹസ്ബൻഡിൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ വേഗം പോയതാണ്. അവർ ഉറങ്ങായിരുന്നു കേട്ടോ, മഴയൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഗാർഡനിലുള്ള ചെടികളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ തലേന്ന് ചെടികൾ വാങ്ങാൻ പോയിട്ടുള്ള വിഷ്വൽസാണ് കണ്ടത്. ഇനി ഗ്രീൻ ഡേയുടെ അന്ന് രാവിലെ തൊട്ടിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാണ്. കണ്ടു നോക്കൂ. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുള്ള തേങ്ങ ചെരുവമാണ്. ഇത് ഞങ്ങളുടെ കിച്ചണിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ഗ്രീനറിയാണ്. മോർണിംഗിൽ എന്നും ഞാനിങ്ങനെ നോക്കൂ കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ പോവാണ്. തേങ്ങ പുട്ടിനുള്ള ആദ്യം പൊപ്പിക്കുള്ള പുട്ടാണ്. അതിൽ മിക്സ് ഓഫുള്ള പൊടിയാണ്. പപ്പ വെള്ള പുട്ട് കഴിക്കില്ല, അരിപ്പൊടി കൊണ്ടുള്ള പുട്ട് പപ്പ കഴിക്കില്ല. അപ്പോൾ ആദ്യം പപ്പയ്ക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കുള്ള പുട്ട് ഉണ്ടാക്കാൻ വെച്ചു. എനിക്ക് യൂഷ്വലി പുട്ട് അത്ര ഇഷ്ടമൊന്നുമില്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇടയ്ക്ക് ഉണ്ടാക്കുന്നുള്ളൂ. ഹസ്ബൻഡിന് ഇഷ്ടമാണ് പുട്ട്. ചീനി പഴനെ കഴിച്ചോളും. അങ്ങനെ പുട്ടുണ്ടാക്കാണ്. അങ്ങനെ പുട്ടും പഴവും പഴം പുഴുങ്ങാൻ വെച്ചു. പുട്ടും അടുപ്പത്തായിട്ടുണ്ട്. അങ്ങനെ പുട്ടും പഴമൊക്കെ അവിടെ ഇരുന്ന് വെന്തോളും. ഞങ്ങൾ വരാന്തയിലോട്ട് പോയി അവിടെ ചെടികളൊക്കെ കവറിൽ നിന്നൊക്കെ മാറ്റി പ്ലാസ്റ്റിക് കവറിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചിന്തയും പൊപ്പയൊക്കെ അതെടുത്ത് മാറ്റി വെച്ച് തരുന്നുണ്ട്. അങ്ങനെ ഞാനും കൂടെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊപ്പ യെല്ലോ കളറും ചിന്ത റെഡ് കളറുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു ചെടി ബാക്കിയുള്ള 3 ചെടികളാണ് ഞങ്ങൾ മേടിച്ചത്. അങ്ങനെ അതിലൊരു ചെടി ഞങ്ങളെ വീട്ടിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കീറി ഇനി പാത്രത്തിലോട്ട് വെക്കുകയാണ്. എന്തായാലും ഇനി ചെടിച്ചട്ടിയിൽ, വീട്ടിലുള്ളതിൽ ചെടിച്ചട്ടിയിലേക്കൊക്കെ മാറ്റണം. ഇപ്പം തൽക്കാലത്തിന് ഈ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയതാണ് കേട്ടോ. ഇനി മണ്ണും ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തഴച്ച് വളർന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്തു. ഇനി സ്കൂളിൽ പോകുകയാണെങ്കിൽ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുളിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരെഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം മൊത്തം ഒരു ഹറിബറി ആയിരുന്നു. ഇതൊക്കെ കൊണ്ടുപോകണം. പിന്നെ അവർക്ക് കളർ ഡ്രസ്സാണ്, ഗ്രീൻ കളർ ഡ്രസ്സാണ് എല്ലാവരും ഇട്ടിട്ട് പോകേണ്ടത്. അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തലേന്ന് തന്നെ. പിന്നെ ഇവർ ഫ്ലാറ്റിലായതുകൊണ്ട് മണ്ണിൽ കളിക്കൽ കുറവാണ്. അപ്പോൾ തറവാട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇടയ്ക്ക് മണ്ണിൽ കളിക്കുക കേട്ടോ. ഇപ്പോൾ മണ്ണൊക്കെ നിറക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്. റെഡിയാ? ഓക്കെ ആയിട്ടില്ലേ?
എന്ത് പ്ലാന്റ് അത്? സ്കൂളിലേക്ക് ഏതാ കൊണ്ടുപോണേ? പപ്പയ്ക്ക് ഏതാ? വിച്ച് കളർ? ചിന്തയ്ക്ക്? അങ്ങനെ അവര് റെഡിയായി ഇറങ്ങുമ്പോ ചിന്തയ്ക്ക് എന്നുള്ളതാണ് ഒരു വാശി. ഗായ്സ്, അപ്പോ ഞാൻ ചിന്തനെ പൊപ്പനെയും കൊണ്ട് വിട്ട് വന്നു. ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആള് വേഗം ഞാൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി വർക്കിന്. അപ്പോൾ വന്ന് കയറി ഇനി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ എന്താ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ല തണവാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് കുളിക്കൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് അവരിനൊക്കെ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിക്കാറ്. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജൊക്കെ ചെയ്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം വീഡിയോസും റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീൽസ് എഡിറ്റ് ചെയ്യാനോ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും ആ സമയത്ത്. പിന്നെ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് ലഞ്ചിന് ഒന്നുമില്ല, എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ ചെയ്യുള്ളൂ. ഓൾറെഡി അവർ പുട്ടൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്, ടിഫിനിലും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചാലായി അങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ വല്ല തൈരൊക്കെ കൂട്ടി കഴിക്കുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും ഞാൻ എണ്ണയൊക്കെ തേച്ച് ഒന്ന് വിശാലമായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഓറിഫ്ലെയിമിൻ്റെ ലവ് നേച്ചറിൻ്റെ ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഹെയർ ഫോളിനും അതുപോലെ തന്നെ നമുക്ക് നന്നായി ഉറക്കം കിട്ടാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ 1.5 years ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓറിഫ്ലെയിമിൻ്റെ തന്നെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉണ്ട് ഹെയർ ഫോളിനുള്ളത്. അപ്പം എനിക്ക് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും എനിക്ക് നോർമൽ വെളിച്ചെണ്ണ എണ്ണയും പറ്റില്ല. തലയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീരിറക്കും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതെനിക്ക് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ രാത്രി നമ്മൾ പുരട്ടിയിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. എന്നാൽ പോലും ഉറങ്ങിയാൽ പോലും നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ എനിക്ക് വേറെ അസുഖങ്ങളൊന്നും വരാറില്ല. നീരിറക്കം എന്നൊക്കെ പറയില്ല, നീരിറക്കം നീർവീഴ്ച എന്നൊക്കെയാണ് പലരും പലതും. ഞാൻ നീരിറക്കം എന്ന് പറയുന്നത് നമ്മളവിടെ നീർവീഴ്ച വരാറില്ല. അതുപോലെ തന്നെ തുമ്മൽ അങ്ങനത്തെ ജലദോഷമൊന്നും വരാറില്ല തേച്ചിട്ട് കേട്ടോ. രാത്രി തേച്ച് കിടന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിലൊരു 2 hours മുന്നോ 1 hour നമ്മുടെ കൺവീനിയൻസ് പോലെ തേച്ച് കഴുകി കളഞ്ഞാൽ മതി. ഇവൻ ഞാൻ പുറത്ത് പോകുമ്പം മുടി ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ ഹെയർ ഓയിൽ പോലെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തേക്കുന്ന പോലെ നന്നായിട്ട് തേച്ചിട്ട് ഷാമ്പൂ ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഹെയർ നല്ല സ്മെല്ലാണ്, നമുക്കറിയില്ല, നല്ല കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു ഒരു പെർഫ്യൂം പോലത്തെ ഒരു സ്മെല്ലാണ്. നല്ല ഇഷ്ടപ്പെടും, നല്ല ഉറക്കവും കിട്ടും. അങ്ങനെയാണ്. അപ്പം ഇത് തേച്ചു. എനിക്ക് സ്വതവേ കുറേ എണ്ണ തലയിലിടുന്നത് ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് തേച്ച് പിന്നെ ഷാമ്പൂ ചെയ്ത് കളയും. അതാണ് എൻ്റെ ഒരു പ്രകൃതം കേട്ടോ. പണ്ടേ അങ്ങനെ തന്നെയാണ്. കുറേ എണ്ണ തേച്ച് അങ്ങനെ നടക്കണം അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്നു. പിന്നെ ചില സമയത്ത് എനിക്ക് മടി പിടിച്ച് ഞാൻ തേക്കാതെയൊക്കെ ഉണ്ട്. റെഗുലറായിട്ടൊന്നും ഞാൻ തേക്കില്ല, പക്ഷെ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് ഇടാം. നമുക്ക് ഡയറക്റ്റായിട്ട് ആപ്പിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ. അപ്പം പിന്നെ ഇനി എണ്ണ തേച്ച് കുറച്ച് നേരം ഞാനിങ്ങനെ തലപ്പാതൊക്കെ നടക്കും. പിന്നെ അവിടെ ഇരിക്കും, ഫ്രണ്ട്സിനായിട്ട് ചാറ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റേതായ കുറച്ച് സെൽഫ് കെയർ ടൈം ഉണ്ടാവും. നമുക്ക് റിലാക്സ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ. പിന്നെ പണി ഇപ്പം ഇന്ന് വല്ലാതെ പണികളില്ല, പക്ഷെ ഉണ്ട് അത്യാവശ്യം. ഇവിടെ ക്ലീൻ ചെയ്യണം. നല്ല അലമ്പായി കിടക്കുകയാണ് വീട്. അലമ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, അത്ര അലമ്പായിട്ട് കിടക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കണം, അടിച്ചു കോരി തുടയ്ക്കണം. പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്, ചോറും കറികളൊക്കെ വെക്കണം. ഒരുപാട് പണികളുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്യണം. അത് കഴിയുമ്പോഴേക്കും 1 മണിയാകുമ്പോഴേക്കും അവരെ വിളിക്കാനാവും. അവരെ പോയി വിളിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂമാണ് കേട്ടോ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുക വീട്ടിലാണെങ്കിലും. ഇപ്പം ഇത് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിരിക്കുന്നത് വെച്ചാൽ നല്ല, ഞാൻ പറഞ്ഞില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് യൂസ് ചെയ്തതാണിത്. അല്ലെങ്കിൽ നോർമൽ ഇതുപോലെ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ആണ് ഞാൻ വീട്ടിലിടാം. അല്ലാതെ എനിക്ക്
നൈറ്റി അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എനിക്ക് ഇത്ര ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നൈറ്റി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കോല് പോലെ ഇരിക്കും. അപ്പം ഞാൻ ചിലപ്പം പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോഴായിരിക്കും കുട്ടികളെ വിളിക്കാൻ പോവുക, അതുപോലെ തന്നെ താഴേക്ക് കടയ്ക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ അപ്പുറത്ത് ആരെങ്കിലും വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു നൈറ്റ് ഇടുമ്പോൾ ഭയങ്കര ഞാൻ പണ്ടേ യൂസ് ചെയ്യാറില്ല നൈറ്റി, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നൈറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും, അത് പാൻറ്റും ടോപ്പൊക്കെ ഉള്ളത്. അല്ലാതെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതോ ഒന്നുമല്ല. ഞാൻ എന്താണോ വീട്ടിലിടുന്നത് അതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും ഇട്ട് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ അതിന് വേണ്ടി വേറെ കോസ്റ്റ്യൂമൊന്നും ഞാൻ ഇടുന്നില്ല. മക്കളെ വിളിക്കാൻ പോകുമ്പോഴും ചിലപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ പോകും. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ 5 minutes ഒക്കെ ഉള്ളൂ എനിക്ക് അവിടേക്ക് നടക്കാനായിട്ട്. തൊട്ടടുത്താണ് സ്കൂള്. അപ്പം ആസ് യൂഷ്വൽ ഞാൻ പോയിട്ട് അവരുടെ വിളിച്ചിട്ട് വരും. പിന്നെ ഇടയിൽ പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രം ഒരുങ്ങുക, അങ്ങനെയൊക്കെയുള്ള. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പൗഡർ പോലും ഇടാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. പൗഡർ ഒന്നാമത് എനിക്ക് പൗഡർ അലർജിയാണ്, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റോസ് പൗഡർ അങ്ങനെ ഫൗണ്ടേഷൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുക. ഫൗണ്ടേഷൻ്റെ പൗഡർ ടൈപ്പില്ലേ, അതൊക്കെയാണ് ഞാൻ കേക്ക് ടൈപ്പ് ഫൗണ്ടേഷനൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊരു നമ്മൾ പറയില്ല കോമ്പാക്ട് പൗഡർ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ പൗഡറൊന്നും യൂസ് ചെയ്യേണ്ടി വരാറില്ല. പക്ഷെ അതും ഞാനിങ്ങനെ മക്കളെ വിളിക്കാൻ പോകുമ്പോഴൊന്നും ഞാനത് ഇഷ്ടമൊന്നും പോകാറില്ല. എല്ലായിടത്തും പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാനതിടും, ലിപ്സ്റ്റിക് ആണെങ്കിലും ഒക്കെ. പക്ഷെ ഒരുങ്ങാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ തന്നെ കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാതും നല്ല രീതിയിൽ മാച്ചിങ്ങിലൊക്കെ ഇട്ട് നടക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തിരക്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ചിലപ്പോൾ തീരെ ഒരുങ്ങാണ്ട് നടക്കാനാണെങ്കിൽ അങ്ങനെ ഇഷ്ടമാണ്. എന്നാൽ നന്നായി ഒരുങ്ങാൻ നടക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് ഇഷ്ടമാണ്. നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ ഒരുങ്ങി ഓവറായിട്ട് ചിലപ്പോൾ നടക്കാറുണ്ട് ഞാൻ. അത് പണ്ടേ എനിക്കിഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയില്ലേ, ഹസ്ബൻഡ് ആണെങ്കിലും ചിലപ്പോൾ പറയും എന്തിനാണ് ഇവിടെ വരെ പോണേനെ ഒരുങ്ങിയിട്ട് പോകണമെന്ന് പറയും. അത് ചിലപ്പോൾ നമ്മളെ മൂഡ് അനുസരിച്ചായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. നമ്മൾ ആരെയും കാണിക്കാനോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്, കോമ്പാക്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു സെൽഫി പിക്ക് എടുക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് ഓക്കെ ഞാൻ ഐ എം ലുക്കിംഗ് ഗുഡ് എന്ന് തോന്നാണ്. അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഇല്ലേ. നമ്മളിപ്പം ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. ഒരു 5-6 വർഷമൊക്കെ ഇഷ്ടം പോലെ ജോലി ചെയ്ത് അതുപോലെ തന്നെ നല്ല ബിസി സ്കെഡ്യൂളിൽ ജീവിച്ചിട്ടുള്ള ഒരു ആളാണ്. അപ്പം പെട്ടെന്ന് തന്നെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്ന പോലും ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ലൈഫിലത്തെ കുറച്ച് സിറ്റുവേഷൻസ് കൊണ്ട് എനിക്ക് ഇങ്ങനെ മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാള് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പ്രസൻ്റ്ലി ഞാനിപ്പം ഫീൽഡിൽ പോയി അത് ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ ജോലിക്ക് പോയി ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 വർഷമൊക്കെ ആവുന്നു. മോൻ്റെ വയസ്സ് തന്നെ. മോന് പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് റിസൈൻ ചെയ്ത് വരുന്നതൊക്കെ. അപ്പോൾ എനിക്ക് കുറേ മിസ് ചെയ്യുന്നുണ്ട് ഓഫീസ് ലൈഫ്. നല്ല കുറേ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ കൊളീഗ്സായിട്ട് ഇപ്പോഴും നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ട്. എവിടെ ചെന്നാലും തന്നെ ഇപ്പോഴും മറക്കില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കും. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്ക് ഓഫീസ് ലൈഫ്. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം. കരിയറും സംഭവങ്ങളൊക്കെ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ മക്കളുടെ ഒരു ഇത് എന്തായാലും UKG ഒക്കെ ഒന്ന് കഴിയട്ടെ. പൊപ്പന ഒരു 1st സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 2nd സ്റ്റാൻഡേർഡ് ഒക്കെ ചേർത്തിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ പണികളിലോട്ടൊക്കെ കടക്കട്ടെ. ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്കും ബോറടിക്കും. എനിക്ക് യാതൊരു ബോറിങ്ങും ഇല്ല. എനിക്ക് ഒരു സംസാരിക്കാൻ ഒരാളെ കിട്ടി കഴിഞ്ഞാൽ ടപ്പടപ്പടപ്പടന്ന് സംസാരിക്കുന്ന ടൈപ്പാണ് ഞാൻ. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെന്നൊക്കെ തോന്നുന്നൊക്കെ പല ഞാൻ ജോബ് ചെയ്യുമ്പോഴും സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊന്ന് വായ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല, പിന്നെ മനസ്സിലാവും തന്നെ എങ്ങനെയാണെന്ന്. അപ്പം അത്രയ്ക്കും എന്താ പറയുക, എനിക്ക് സംസാരിക്കാനും ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പറയില്ല നല്ലൊരു കമ്പനി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് മതി, അങ്ങനെയാണ്. ഹോസ്റ്റലിലും ഒക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുള്ളതൊക്കെ. ഞാനൊരു ഡിഗ്രി കാലഘട്ടം തൊട്ടേ ഹോസ്റ്റലിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. നമ്മൾ ഈവൻ സാറ്റർഡേ സൺഡേസ് പോലും വരില്ല, ലോങ് വെക്കേഷനോ വരുള്ളൂ. അത്രയും ഞാൻ ഫ്രണ്ട്സിനായിട്ട് കമ്പനി അടിച്ച് എന്നാൽ പുറത്തങ്ങനെ കുറഞ്ഞിറക്കുക അങ്ങനെയൊന്നുമില്ല.
കൂടുതൽ ടൈം എനിക്ക് ഉറങ്ങാൻ ഇഷ്ടം. ഇപ്പോൾ പഠിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങാം, ഫ്രണ്ട്സിനായിട്ട് കത്തി വെക്കാം, അങ്ങനെയൊക്കെ. അല്ലാതെ കറങ്ങി നടക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ കോയമ്പത്തൂർ പഠിക്കുമ്പോഴാണെങ്കിലും മാക്സിമം റൂമിൽ തന്നെ ആയിരിക്കും. വല്ലപ്പോഴും പുറത്ത് പോകും സൺഡേസിലൊക്കെ, അങ്ങനെയാണ്. അല്ലാതെ കുറേ ഇങ്ങനെ പുറത്ത് നടക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറേ ഇങ്ങനെ ലോങ് ട്രിപ്പ് അങ്ങനെയൊന്നും നടക്കുന്ന ടൈപ്പൊന്നുമല്ല അപ്പോഴും ഇപ്പോഴും. പക്ഷെ പുറത്തൊക്കെ പോകാനും എൻജോയ് ചെയ്യാനും ഒക്കെ എല്ലാവരുടെ പോലെ തന്നെ എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. ഞാനിപ്പം കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അത് എൻ്റെ കംഫർട്ടിന് എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ അവരെ കൊണ്ടുപോകും. ഒരിക്കലും അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് എൻജോയ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് അവരെ ഒറ്റയ്ക്കാക്കിയാണ് പോകും. പിന്നെ ഞാൻ പോകുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ കയറി വരുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. മമ്മി ഞാൻ കൂടി വരണോട്ടെ എന്നൊക്കെ ചിന്ത ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ പാവം തോന്നും കൊണ്ടുപോകാല്ല എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോകും. പിന്നെ അത്രയും വല്ല നമ്മൾ ഒഫീഷ്യലായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ മാക്സിമം ഞാൻ കൊണ്ടുപോകാൻ നോക്കാറുണ്ട് കേട്ടോ അവരെ. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത്ര തന്നെ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കാം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ദാ പപ്പടയും ചിന്തയുടെയും സ്കൂളിൽ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ വന്നു. എല്ലാവരും നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് ഗ്രീൻ ഡ്രസ്സിൽ. അങ്ങനെ ഗ്രീൻ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീ പ്ലാന്റേഷൻ ആണ് അവർ മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടികളെ കൊണ്ട് ചെടികൾ വീട്ടിലും സ്കൂളിലൊക്കെ നടിപ്പിക്കുക. അപ്പോൾ അവർക്ക് ചെടി നടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഞാൻ ദാ കുളിച്ച് ഫ്രഷായി കുറച്ച് ലേറ്റായിട്ടോ. 1 o'clock ഞാൻ ഇറങ്ങാറുള്ളൂ. കാരണം ഇവിടെ കൂടെ അല്ലെങ്കിൽ വണ്ടികളൊക്കെ വരുന്നതിൻ്റെ റഷായിരിക്കും. ഇപ്പം മക്കളെയും കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് 1 o'clock ഇറങ്ങുള്ളൂ. ഇന്നൊരു 1:05 ആയി ഇറങ്ങിയപ്പം. അപ്പോൾ അതുകൊണ്ട് ഓടാണ്. വേറെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുളിച്ചു, ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്രീൻ ഡേ അല്ലേ, അതുകൊണ്ട് ഞാനും കുറച്ച് ഗ്രീനൊക്കെ ഒപ്പിച്ച് അവരുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടും ഐബ്രോസ് ഒന്ന് വരച്ചു, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ അവർ ലേറ്റ് ആകുമ്പോൾ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചു. പ്രോബ്ലം ഒന്നുമില്ല. 5 to 10 minutes ഒക്കെ ലേറ്റ് ആയ പ്രോബ്ലം ഒന്നുമില്ല. ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും, അവിടെ ഡേ കെയർ ഒക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ഞാൻ ഓൺ ടൈമിന് തന്നെ എത്താറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ കേട്ടോ. അപ്പം ഇപ്പോൾ മക്കളില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുന്നു എന്നുള്ളൂ. അവരിനാകുമ്പോൾ ഇവിടെ ചെടിയും വെള്ളവും ഒക്കെയാണ്. അപ്പം പിന്നെ വണ്ടികളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് എടുക്കാത്തത്. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ മോർണിംഗിൽ സ്കൂളിലത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തരാമെന്ന് വിചാരിച്ചു, കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓടാണ് ഞാൻ വേഗം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുളി കഴിഞ്ഞു, പിന്നെ ക്ലീനിങ്ങും ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കറിയുടെ കുറച്ച് പണികളും കൂടിയുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് അവരുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഡെക്കറേഷൻസ് കേട്ടോ. അപ്പോൾ അവിടെ ഓരോ കളേഴ്സിൻ്റെയും ഡേ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഗ്രീൻ ഡേയുടെ ആയതുകൊണ്ട് ഗ്രീൻ കളറിലുള്ള ഡെക്കറേഷനാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിൻ്റെ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചിൻ്റെ ഫോട്ടോ ഒക്കെ പോസ് ചെയ്തു. പൊപ്പ അങ്ങോട്ട് ഓടി, വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് വരുമ്പോൾ ഊഞ്ഞാലാടണം, സ്ലൈഡിൽ കയറണം, അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇന്നെന്താ സ്കൂളിൽ ചെയ്തത് ഗ്രീൻ ഡേ ആയിട്ട്? ഞങ്ങൾ മിക്കവാറും ഇതുപോലെ കളിക്കുന്ന ടൈമിൽ സ്കൂളിൽ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയും. എന്നിട്ടാണ് ഞങ്ങൾ പോരാറ് കേട്ടോ. ഗായ്സ്, അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇവരിങ്ങനെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വലിയ ഫോട്ടോസൊന്നും ഇവിടെ വെച്ചിട്ട് എടുത്തില്ല. അവർ പിന്നെ കളിക്കാനായിട്ട് ഓടി നിന്ന് തരുന്നില്ല വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ പിന്നെ കണ്ടില്ല എൻ്റെ 2 ബാഗ്, കൊട, പിന്നെ ഇനി ഇവരെ പിടിക്കണം.
ദേ കണ്ടില്ലേ, അവരുടെ പുറകിലൂടെ ഓടി നടക്കുകയാണ്. ഇപ്പോൾ ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ആ ചെളിയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ വീഴുമെന്നുള്ള ടെൻഷനാണ്. അങ്ങനെ പിടിച്ച് കൊണ്ടുവരാണ് കേട്ടോ. ഈ റോഡ് എത്താനായി കഴിഞ്ഞാൽ പേടിയാണ്, വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട്. അവർ ആ സൈഡിൽ കൂടെയൊക്കെ തന്നെയാണ് നടക്കുക, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ താഴത്തെ കടയിൽ കയറി പപ്പ അതും ഇതും വേണമെന്നൊന്നും അങ്ങനെ വാശി പിടിക്കില്ല കേട്ടോ. ചിന്തയ്ക്ക് നല്ല വാശിയാണ്. അത് ഇന്ന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പപ്പ പറയുന്നുണ്ട് അത് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അൽവ പോലത്തെ ഒരു സംഭവം മേടിച്ചു. ഗായ്സ്, അപ്പോൾ ഞങ്ങള് പോയി തിരിച്ചെത്തി. അയ്യോ, ഇവരെ കൊണ്ട് 5 മിനിറ്റ് വാക്കുള്ളൂ. പക്ഷേ റോഡായതുകൊണ്ടും ഹൈവേ അല്ലേ, അപ്പം വണ്ടികൾ വരുമ്പോൾ അതിനെ പിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നോക്കി നടന്നു വരണം. അപ്പോൾ ആ ഒരു പോക്കറ്റ് റോഡിൽ മാത്രമേ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, ഹൈവേയിലൊന്നും എടുക്കാൻ പറ്റില്ല. അത് പിന്നെ സ്റ്റെപ്പും കൂടി കയറി ഇവിടെ വരുമ്പോൾ ഒരു വിധമാവും. അതിനിടയ്ക്ക് കടയിൽ പോയി നമ്മൾ മുട്ട വാങ്ങിച്ചു. പിന്നെ അവിടെ നല്ല ചിക്കൻ അച്ചാറുണ്ട്, അതൊരു പാക്കറ്റ് വാങ്ങിച്ചു. ഇവരൊന്നും കഴിക്കില്ല കേട്ടോ. ഇവർ സാധാ അച്ചാറാണ് എനിക്ക് കൂട്ടുമ്പോൾ. അപ്പം ചിക്കൻ അച്ചാറും ഫിഷ് അച്ചാറൊക്കെ എഴുവാന്ന് പറഞ്ഞിട്ട് കൂട്ടില്ല. അപ്പം എനിക്ക് മാത്രം വാങ്ങിച്ചു. അങ്ങനെ എന്താ പറയുക, ഇനി ഇവർക്ക് ഓംലേറ്റ് കൊണ്ട് ഒരു സ്പെഷ്യൽ ക്യാരറ്റൊക്കെ ഇട്ടിട്ടൊരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഇന്നലെ ട്രൈ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിസ്സ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് നല്ല കട്ടിയിൽ. അതുണ്ടാക്കണം. അല്ലാതെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കഴിക്കും, ഒരാൾ കഴിക്കില്ല. അപ്പോൾ നമ്മൾക്കും ബോറിംഗ് ആവും. പിന്നെ മോര് കാച്ചാന്നൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് കാച്ചിയുള്ളൂ, അതുകൊണ്ട് മോര് കാച്ചിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സാലഡ് പോലെയൊക്കെ ആക്കി നമ്മളൊരു സ്പെഷ്യൽ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹെൽത്തിയും ബട്ട് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് ഞങ്ങൾക്ക് ഇന്ന്. അപ്പോൾ അത് കണ്ടു നോക്കാം. അങ്ങനെ രണ്ടുപേരും വന്ന് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് അവർ കൊണ്ടുവന്ന ഹൽവയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മിഠായി പോലത്തെ ചെറിയ പീസ് ഹൽവയാണ്. അത് കഴിച്ച് ഭയങ്കര സന്തോഷത്തിൽ എനിക്കും തരുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്ന് ഫ്രഷാക്കി കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി അവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദാ കിച്ചണിലോട്ട് വന്ന് ഇനി കുറച്ച് പണികളുണ്ട്. മുട്ട വറുക്കണം. അതുപോലെ തന്നെ മുട്ട സ്പെഷ്യൽ മുട്ടയാണ് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. പിന്നെ സാലഡ് അത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ളതാണ്. എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ ഞാനിപ്പോൾ കാണിക്കാം. പിന്നെ പപ്പടം കാച്ചുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ. പിന്നെ അച്ചാർ, അങ്ങനെയുള്ള തട്ടിക്കൂട്ട്. ഇന്നത്തെ ലഞ്ച് ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ്. അപ്പോൾ പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് ഇതൊക്കെ. തൈരാണെങ്കിലും മുട്ടയാണെങ്കിലും പപ്പടാണെങ്കിലും. പപ്പടം ഞാൻ വല്ലപ്പോഴുമാണ് വറക്കാറ് കേട്ടോ. പപ്പടം ഞാൻ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാറില്ല, അത്ര നല്ലതല്ല കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഇതുപോലെ കൊടുക്കും. അങ്ങനെ അപ്പോൾ വേഗം ഫുഡാക്കാം. അവരൊരു 2-2:30 കഴിക്കാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് ആ ടിഫിനിൽ കഴിച്ചിട്ടാണ് വരുന്നത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ വിശക്കില്ലല്ലോ. 1 മണിക്കൊക്കെ കൊടുത്താലും നമ്മൾ പുറത്ത് പോണ ദിവസമൊക്കെ ആണെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ ഒരു 2-2:30 കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴിച്ചോളൂ. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ വരാം. നമ്മൾ പപ്പടം കഴിച്ചു. അപ്പോൾ പപ്പടം ഇഷ്ടമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനത്തെ എടുത്ത് കഴിക്കും. പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ് അടുത്തത് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് പൊട്ടിച്ച് വഴി വരക്കണം കേട്ടോ. അവിടെ ഇരുന്ന് കളിക്കും. ഞാൻ ഈ ചെയ്യുന്ന പണിയെടുത്തിടയ്ക്ക് അവരിന്ന് കളിക്കും. ചിലപ്പോൾ അടികൂടി. അങ്ങനെയൊക്കെയാണ് സാധാരണ. അപ്പോൾ പപ്പടം വറുത്തിട്ട് പിന്നെ മുട്ട ഉണ്ടാക്കണം കേട്ടോ. ഏത് ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളെയും കഴിപ്പിക്കാനുള്ള ഈസി മെത്തേഡാണിത്. കട കുറച്ച് ആവശ്യത്തിന് എത്ര ക്യാരറ്റ് വേണോ അത്ര ക്യാരറ്റ്. ഞാനിപ്പോൾ ഇത്രയും ഒരു 2-3 കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ബാക്കി പൊടികൾ കാണിക്കാം. ഇതേ കണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ അളവൊന്നും എനിക്ക് പറയാൻ അറിയില്ല. നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ച് കാശ്മീരി ചില്ലി, പെപ്പർ പൗഡർ, അതുപോലെ തന്നെ മീറ്റ് മസാല ഇടുമ്പോഴാണ് സ്പെഷ്യൽ നല്ല ഉണ്ടാവും. മീറ്റ് മസാലയോ ചിക്കൻ മസാല എന്താണ് അവൈലബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മക്കൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട്
നന്നായി ഇളക്കിയിട്ട് ജസ്റ്റ് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഞാനിവിടെ ചീനച്ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത്. ഇതുപോലെ നല്ല കുഴിയുള്ള പാനിൽ വറുത്തെടുക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് നല്ല അപ്പം പോലെ കിട്ടും. അപ്പൊ അത് പിസ്സ പോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നന്നായി വെന്ത് വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതുപോലെ കട്ടിയുള്ളത് നോക്കിയിട്ട് മറിക്കാൻ യൂസ് ചെയ്യുക. ചട്ടകോ ഇതുപോലത്തെ കോഴി പോലത്തെ സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക വലുത്. അപ്പോൾ അത് മുട്ട കുട്ടാണ്ട് കിട്ടും. എന്നിട്ട് എന്താ പറയുക, കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ മുറിച്ചെടുക്കാം, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ഈസി, പക്ഷേ ഹെൽത്തിയാണ്. ക്യാരറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. ക്യാരറ്റ് ഒന്നും ഇവിടെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഓടാത്ത സംഭവങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ സംഭവം റെഡിയായി. ഇതിനെ മുട്ട പിസ്സാന്നോ മുട്ടപ്പന്നോ എന്ത് വേണേലും വിളിക്കുക. പൊപ്പ ഇവിടെ മുട്ട പിസ്സ എന്നാ പറയാറ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇവർക്ക് മുട്ട പിസ്സയും ഈ തൈര് സാലഡും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നതാ കണ്ടില്ലേ, കാണിക്കുന്നുണ്ടില്ലേ. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അവരൊറ്റയ്ക്കാണ് കേട്ടോ മിക്കവാറും കഴിക്കുക. വാരിക്കൊടുക്കേണ്ടതൊക്കെ വരാറില്ല. അവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. അവരുടെ പ്ലേറ്റാണത്. അതിലിട്ട് ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ. ഓരോ കറികൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ കൂട്ടിയിട്ട് കഴിച്ചോളും. അങ്ങനെയാണ്. സ്റ്റഡി ടേബിളിൽ ഇരുന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്റ്റഡി ടേബിൾ കിട്ടിയ പിന്നെ അതും കഴിക്കണം. പപ്പയ്ക്ക് ഒരു ക്ലോത്തൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഡാഡി കണ്ടാൽ ചീത്ത പറയും. ഇവിടെ ടേബിളിൽ ഇരിക്കാൻ പറഞ്ഞാൽ എനിക്കില്ല, പായലിരിക്കില്ല, എവിടെയെങ്കിലും ഇന്ന് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ അവരോട് ഇന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ മുട്ടയൊക്കെ കൂട്ടി മുട്ടയുടെ ആ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചിക്കൻ അച്ചാറുണ്ട്, തൈരുണ്ട്, അടിപൊളി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഞങ്ങളിത് ഉണ്ടാക്കിയായിരുന്നു മുട്ട. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മക്കൾ പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. മുട്ട പിസ്സ എന്നാണ് പറയുന്നത് അവരുടെ പേര്. പപ്പടം എടുക്കാൻ പറഞ്ഞു. പപ്പടത്തിൻ്റെ ആവശ്യമില്ല. പപ്പടത്തിൽ എന്നാലും ഒരു കഷ്ണം കൂട്ടാനില്ല. പക്ഷെ എനിക്ക് മുട്ട തൈര് അച്ചാർ കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഇഷ്ടപ്പെട്ടില്ല. പപ്പടം ബീഫിൽ ചിക്കൻ കറിയിൽ ഒക്കെ കൂട്ടാനാണ് ഇഷ്ടം. എന്നാലും കുഴപ്പമില്ല. ഗൈസ്, അപ്പോ ഞങ്ങള് നല്ല ഉറക്കത്തിലായിരുന്നു. ഉച്ചയ്ക്ക് വെയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ മഴ പെയ്തു. അപ്പൊ ചോറൊക്കെ കഴിച്ച് ഞങ്ങള് നന്നായിട്ട് കിടന്ന് ഉറങ്ങിട്ടോ. ഞങ്ങള് പൊപ്പ ഉറങ്ങിയില്ല. പൊപ്പ അവിടെ നിന്ന് കളിക്കായിരുന്നു. ഞാനും ചിന്തയും കിടന്ന് ഉറങ്ങിയതാ കണ്ടില്ലേ. ചിന്ത എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ചിന്തയുടെ കൂടൊന്നും ശരിയല്ല. അപ്പം ബ്രെഡ് ഉണ്ട്, ബ്രെഡും ജാമും, പിന്നെ പാലും വെള്ളം ഉണ്ട്. എന്താ കണ്ട പാലും വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ അങ്ങനെ കുടിക്കാറില്ല. വല്ലപ്പോഴും ഒരു കൊതി തോന്നിയാൽ ചായ കാപ്പി ഉണ്ടാക്കുന്നല്ലാതെ പാലും വെള്ളവും പാലൊക്കെ വല്ലപ്പോഴും ആണ്. ഡെയിലി ഒന്നും ഞങ്ങൾ അങ്ങനെ കുടിക്കാറില്ല. അപ്പം ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചൂടുള്ളത് കഴിക്കണം തോന്നി. അപ്പം ബ്രെഡിന് കോമ്പിനേഷൻ പാലാണല്ലോ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കഴിക്കാണ് കേട്ടോ. പപ്പയ്ക്ക് ചൂടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ചൂടായിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഒറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞ് പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ലെങ്തി ആക്കണ്ട, നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാട്ടോ. ഇനി നൈറ്റില് ചോറ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമുള്ള വ്ലോഗ് നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ട, ഞങ്ങളുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വ്ലോഗുമായി കാണുന്നത് വരെ ബൈ.